ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിൻ്റെ ഒക്കെ അടുത്തുള്ള മേലെ അരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സുനീറാനെ കാണാനാണ്. സുനീറാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സുനീറ നമുക്കൊരു 13 വയസ്സൊക്കെ ആയപ്പോൾ കാലിന് ചെറിയൊരു വേദന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച്, അപ്പോൾ പൂയി കെട്ടി തൂക്കിയിട്ട് കുറച്ച് മാസങ്ങൾ അങ്ങനെ കിടക്കേണ്ട വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാലിന് ഒരു ചെറിയ വലുപ്പക്കുറവാണ്. പക്ഷേ നടക്കാനൊക്കെ പറ്റും, പക്ഷെ ചെറിയൊരു വലുപ്പക്കുറവ്. നിങ്ങൾക്കറിയാമല്ലോ, വലുപ്പക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ ചെറിയൊരു അടായിക്കൊണ്ട് നടക്കും. അങ്ങനെ അല്ലെങ്കിൽ നടക്കൂ, എല്ലാ കാര്യങ്ങളും ചെയ്യും. ആൾ സ്മാർട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ വീട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് കേട്ടോ സുനീറ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. സുഖമല്ലേ? സുഖം. അപ്പോൾ സുനീറാൻ്റെ നടക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിലുള്ളൊരു വലിപ്പക്കുറവാണ് കാലിനുള്ളത്. ഇടത് കാലിനേനോ? ഇടത് കാലിനാണ് വലിപ്പക്കുറവുള്ളത്. സുനീറാൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മാൻ്റെ പേരെന്താ? നബീസ അല്ലേ? ആ. അപ്പോൾ സുനീറൊക്കെ എത്ര വയസ്സായി? 38 അല്ലേ? ഉമ്മ, സുനീറയ്ക്ക് പിന്നെ 13 വയസ്സുള്ളപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. വേദന വന്നല്ലേ? അതിന്റെ മുമ്പൊന്നും കാലിന് യാതൊരു പ്രശ്നം ഇല്ലായിരുന്നു. സ്കൂളിൽ സ്പോർട്സിനൊക്കെ പോയിട്ട് ഓരോരോ സമ്മാനങ്ങൾ കൊടുത്തിരുന്നത്, അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ശരി. അപ്പോ വലിയ കാല് വേദന നടക്കുമ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല. മുമ്പ് ഉണ്ടായിരുന്നില്ലേ ചെറുങ്ങനെ? പുറത്തേക്കൊക്കെ നടന്നു പോവാറുണ്ടോ? എവിടേക്കാണെങ്കിലും പോവും. അപ്പൊ ഒറ്റക്ക് പോവാറുണ്ടോ? അങ്ങനെ മടിയാണ്, എവിടെ പോകാനും ഒറ്റക്ക് പോകൂല. ഇവിടുന്ന് മണ്ണാർക്കാട്ടും കൂടി ഒറ്റക്ക് പോകൂല. ആണല്ലേ? അതെ. എത്ര വരെയാ പഠിച്ച സുനീറ? 10ാം ക്ലാസ് വരെ. അത് 10ൽ പഠിച്ചുമ്പോഴാണ് ഓൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ മടിയോണ്ട് ഓള് പിന്നെ പോയില്ല. പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ അറിയണീൻ്റെ പിന്നെ തന്നെ ഓളെ ഓരോരുത്തർക്ക് കൊടുത്തു. ജയിച്ചോം തോറ്റോ അറിയണീൻ്റെ പറ്റി തന്നെ ഓളെന്നെ കണക്കാക്കി 10ൽ ഞാൻ തോൽക്കുന്നു. അത് കാരണം പിന്നെ എവിടേക്കും പോയില്ല. അതെ. വേറെ പിന്നെ കോഴ്സിനും അങ്ങനെ ഒന്നും പോയി? ഞാൻ പറഞ്ഞില്ലേ, ഓള് വെളിയിൽ എവിടെ ഇറങ്ങൂല, ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ കുറേയൊക്കെ ഇതായാലും ഇപ്പം ഇവിടെ മരിയൊക്കളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഓല പിന്നാലെ അങ്ങനെ കൂട്ടം കൂടി അങ്ങനെ ഇപ്പോൾ മടി തൂറുന്നു. മറ്റേ അളിയക്കാരൊന്നും വന്നാൽ പോകുന്നേരം പുറത്തേക്ക് വരൂല. അതെ. സുനീറ ചോദിച്ചാൽ ഞാൻ നിന്നാ പോരെ, നിങ്ങളെ മുമ്പിൽ എങ്ങനെയാ ഇരിക്കുകയെന്നാണ് കേട്ടോ. അത്രത്തോളം അതവിൽ വളർന്ന കുട്ടിയാണ്, മാഷാഅല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഓളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കല്യാണം നടക്കാനുള്ള ഒരു വഴി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൾ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ മോള് ചെയ്യലില്ലേ? അപ്പോൾ വേറെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഉമ്മ അല്ലേ? കറിയൊന്നും വേണ്ട, അല്ല ഹാപ്പി ആയിട്ട് ഇന്നേ കരയുന്നുണ്ട് കേട്ടോ. ഇത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം. നല്ലൊരാൾ പെട്ടെന്ന് തന്നെ വരും. സുനീറ കല്യാണം ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിന്നതിനും ഇപ്പോഴാണ് അവൾ കുറച്ച് സമ്മതിച്ചേ. ഒരുപാട് ആലോചനയൊക്കെ വന്നിട്ട് അപ്പോൾ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാൾ മതി, അങ്ങനെയുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് അവളെ ചെറിയ ബുദ്ധിമുട്ടുള്ള ആളായാലും ശരി, അല്ലെങ്കിൽ യാതൊരു പ്രശ്നം ഇല്ലാത്ത സ്മാർട്ടായിട്ടുള്ള ആളാണെങ്കിലും നമുക്ക് നോക്കാം അല്ലേ? നല്ലൊരു വരണ നമുക്ക് കണ്ടെത്തണം. അവർ 2 മക്കളാ അല്ലേ അമ്മ? നിങ്ങൾക്ക് എത്ര മക്കളാ? 4 മക്കളാ. 4 പെൺകുട്ടികൾ അല്ലേ? ബാക്കി 3 വിവാഹം കഴിഞ്ഞില്ലേ? നിങ്ങൾ കരഞ്ഞിട്ട് ഓളയും കൂടി കരയിപ്പിക്കുക. ഇത് സന്തോഷമായിട്ട് പറയേണ്ടതാണ്, നമ്മളെ കരയൊന്നും അല്ല വേണ്ടേ. അമ്മ ഒന്ന് ചിരിച്ചേ, ഞാൻ ചിരിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. ഓളുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ പറയാൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നും നോക്കില്ല. ഈ കാലിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പുറത്തൊന്നും ബാലൻസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാടാ അല്ലേ? പുറത്ത് പോകുമ്പോൾ ഇല്ല അങ്ങനെ ഇപ്പോൾ കൈ പിടിക്കുക ഒന്നും വേണ്ട. ഓളിപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങളിങ്ങനെ വരുന്നുണ്ട്, നമ്മൾ അടിച്ചലും തുടക്കലും ഇതാക്കലും അരി തീമണ്ണൂര് എല്ലാം, അതിനൊന്നിനൊരു ഇതില്ല. അങ്ങനത്തേനൊക്കെ ഉഷാറാണ്. ഓളുടെ ഒരു നിർബന്ധം കൊണ്ടാണ് കല്യാണം വൈകിപ്പോയല്ലേ? അതുവരെ ഓള് സമ്മതിച്ചിരുന്നില്ല. ഇപ്പം പിന്നെ എന്താന്നാ വാപ്പാക്കും വയ്യാതെയായി. ഇവൾക്ക് ഇവളെ ഏരിയത്തുള്ളത് വല്ലമ്മ. അപ്പോൾ ഓൾക്കും 4 പെൺകുട്ടികളാണ്. ഓലിപ്പൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ പോളും പിന്നെ വാപ്പ പോയിക്കോലും. പിന്നെ എനിക്കും 10-60 വയസ്സായി. നമ്മളെന്നൊന്നും ഇരിക്കൂലല്ലോ, കുറേ കഴിയുമ്പോൾ നമ്മൾ മരിക്കൂലേ. അപ്പോൾ ഓൾക്കൊരു ജീവിതമല്ലല്ലോ.
38 വയസ്സാണ് ആയെന്ന് പറഞ്ഞല്ലോ, നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? ഒരു 45, 46, 47 വയസ്സൊക്കെ ആയിക്കോട്ടെ അല്ലേ? 50 വയസ്സിന്റെ ഉള്ളിലായിക്കോട്ടെ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു 45 ആ ഒരു റേഞ്ചൊക്കെ ഉള്ള ആലോചന, നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ ചെറിയ ഒരു പറഞ്ഞല്ലോ, ചെറിയ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, അല്ലാത്ത നോർമൽ ആയാലും കുഴപ്പമില്ല. ജോലിക്കൊക്കെ പോയിട്ട് സുനീറാനെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. നമുക്ക് ജില്ല പ്രശ്നം കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഈ പെരുന്തൽമണ്ണെന്ന് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, അല്ല ഓള് പാലക്കാട് ജില്ല, പാലക്കാട് ജില്ല മാത്രം മതിയാ? പാലക്കാട് അങ്ങോട്ട് പോണ്ട. പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല അല്ലേ? പിന്നെ നമുക്ക് കോഴിക്കോട് ജില്ല പറ്റുമോ? കോഴിക്കോടൊന്നും പിന്നെ ഇപ്പൊ അത്ര ദൂരം കുഴപ്പമില്ല. കോഴിക്കോട് നല്ല ജില്ലയല്ലേ അല്ലേ? അപ്പൊ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല. കൊറേ അങ്ങൊക്കെ പോയാലും അത് പോയി അന്വേഷിക്കാൻ ഒരാളില്ലല്ലോ. അതെ, അതാണ്. അതെ അതെ അതെ. പിന്നെ ആലോചനകൾ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കൂ, നല്ല പോലെ നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോയിൽ കണ്ടതിൻ്റെ പേരിൽ വിളിക്കുന്നതാണെങ്കിൽ എല്ലാവരും നല്ലവരെന്നായിരിക്കൂല. അപ്പോൾ അവരെ പറ്റി പരിപൂർണമായിട്ട് അന്വേഷിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ആദ്യം ഏറ്റവും അടുത്തുനിന്ന് വരുന്ന ആദ്യം പരിഗണിക്കുക. പിന്നെ വയസ്സ് ഇപ്പം നിലവിൽ വാരമാറുള്ള അത് അതിനൊന്നും നിൽക്കണ്ട. നല്ല ആലോചന വരുമ്പോൾ അതിന് നിൽക്കുക. പിന്നെ അന്വേഷിച്ച് തന്നെ ചെയ്യുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. അതങ്ങനെ അത്ര തന്നെ. അതെ അതെ അതെ. അപ്പോൾ ആർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, വീഡിയോ കോള് അങ്ങനെ എങ്ങനെയാണെന്നൊന്നും വിളിച്ചാൽ അതൊന്നും എടുക്കണ്ട. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് കല്യാണത്തിൻ്റെ കാര്യം ചെയ്യുന്ന ഓളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഓളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയൊരു ഫോട്ടോൻ്റെ വീഡിയോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഓക്കെ ഉള്ള ആലോചനകൾ വരുമ്പോൾ, നല്ലൊരാലോചന വരുമ്പോൾ ബാക്കി വീട്ടുകാരെല്ലാം വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട അതിന് ശേഷം എന്തെങ്കിലും ചെയ്യാന്നല്ലാണ്ട് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വിളിച്ച് അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറയുന്നത്. അന്ന് വിശ്വസിക്കും. നേരിട്ട് ഇപ്പോൾ വിളിച്ച് ഓക്കെ ഇന്ന ദിവസം കൊണ്ട് നമ്മൾ വരും, അന്ന് ദിവസം കൊണ്ടുള്ള വരിക. നേരിട്ട് കണ്ടാലാണ് ഒരാളെ ബോധ്യപ്പെട്ട് നമ്മളില്ല ഒരു 2 മാസം വെയിറ്റ് ചെയ്യണം, 3 മാസം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കോളൊന്നും ഇനി എടുക്കണ്ട എന്നൊക്കെ പറയും ചിലർ വിളിച്ചിട്ട്. അങ്ങനെ നിങ്ങൾ എടുക്കാതെ ഒന്നും നിൽക്കരുത് കേട്ടോ. നല്ല ആലോചന ഒക്കെ മിസ്സായിപ്പോൾ. എഴുതി വെക്കുക നല്ല ആലോചനകൾ, എന്നിട്ട് അതിനനുസരിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യുക. ഓളെ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കട്ടെ അല്ലേ? പിന്നെ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയവരും ഭാര്യ മരിച്ചവരൊക്കെ ചിലപ്പോൾ വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കൂലേ? കുട്ടികളുള്ളത് ബാധ്യതയില്ലാത്ത അല്ല, കുട്ടികളില്ലാത്ത ബാധ്യതയില്ലാത്ത ഡിവോഴ്സ് ആണെങ്കിൽ ന്യായമായ കാരണങ്ങളാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഭാര്യ മരിച്ചതാണെങ്കിലും മക്കളില്ലാത്ത അങ്ങനത്തെ കേസൊക്കെ നമുക്ക് അന്വേഷിച്ച് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക. പിന്നെ വേറൊന്നും പറയാനില്ല ഓളെ കാര്യത്തിൽ. ഒക്കെ വേറെ ടാബ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വേറൊരു വിഷയമൊക്കെ ഇല്ല. ഈ നടത്തത്തിൻ്റെ അപ്പോൾ അവളുടെ തന്നെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കല്യാണം ലേറ്റായി പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അവളുടെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഒരിതിൽ വരേണ്ടതല്ല. പരിപൂർണമായിട്ട് അവളെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ളവർ മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ. അവൾ ആദ്യ വിവാഹമാണ്, 38 വയസ്സായ മോളാണ്. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നല്ല ജീവിതമായിരിക്കണം. വെറുതെ ഒരു ഇതിൻ്റെ പേരിലൊന്നും കോൺടാക്റ്റ് ചെയ്തു. പിന്നെ ഒരുപാട് ദൂരെയുള്ള ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യണ്ട. ഇവർ ജില്ല പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ വീഡിയോയിലും ജില്ല പറയുന്നത് ആ ജില്ലയിലുള്ള ആൾക്കാർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ദൂരെ ആകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ് അന്വേഷിക്കാനും കാര്യമൊക്കെ. തൃശ്ശൂർ ജില്ലയും കൂടി നമുക്ക് നോക്കാൻ പറ്റുമോ? ദൂരമാണോ തൃശ്ശൂർ? വേണ്ടല്ലേ? തൃശ്ശൂർ ഈ മലപ്പുറം തൃശ്ശൂർ ബോർഡറൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അധികം അങ്ങോട്ടേക്ക് വേണ്ട എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് എറണാകുളം അങ്ങോട്ടൊന്നും കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ, അത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കുള്ള ആലോചനകൾ ആ ഏരിയയിൽ നിന്ന് വരും, അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക. അപ്പോൾ ഓക്കെ പോട്ടെ സുനീറ, അസ്സലാമു അലൈക്കും.